കേരള കൗമുദി ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഇതിനാധാരം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മമ്മൂട്ടി അഭിനയത്തിൽ നിന്നും അവധിയെടുത്തു. കൊളോൺ ക്യാൻസറിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തുടങ്ങിയതിനെ തുടർന്നാണ് അദ്ദേഹം അവധിയെടുത്തത്. മമ്മൂട്ടിക്ക് പ്രോട്ടോൺ തെറാപ്പി കൊടുക്കാൻ പോകുന്നു എന്നുമൊക്കെയായിരുന്നു ഈ വാർത്തകൾ പറയുന്നത്. ഇതേ വാർത്ത ചില ഓൺലൈൻ ചാനലുകളും പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ആധികാരികമായ വിവരങ്ങളൊന്നുമില്ല. ഇതൊന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുവാനാണ് എനിക്കിഷ്ടം. മമ്മൂട്ടിയുടെ PR ടീം ഈ വാർത്ത നിഷേധിച്ചിട്ടുമുണ്ട്. അദ്ദേഹം താൽക്കാലികമായി അവധിയെടുത്തിരിക്കുന്നു റംസാൻ പ്രമാണിച്ച് എന്നാണ് അവർ പറയുന്നത്. അദ്ദേഹം ഉടനെ തന്നെ അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വാസവും. മമ്മൂക്കയ്ക്ക് അപ്പോളോ ചെന്നൈയിൽ പ്രോട്ടോൺ തെറാപ്പി കൊടുക്കുന്നു എന്നായിരുന്നു അതിലെ ഒരു വാർത്ത. ഇന്ന് നമ്മളിവിടെ എന്താണ് പ്രോട്ടോൺ തെറാപ്പി എന്നാണ് പരിശോധിക്കുന്നത്. എന്താണ് പ്രോട്ടോൺ തെറാപ്പി, എന്തിനാണ് പ്രോട്ടോൺ തെറാപ്പി ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണവശങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ ദോഷവശങ്ങൾ, എങ്ങനെയാണ് ഒരു പ്രോട്ടോൺ തെറാപ്പി ബീം വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ അന്വേഷിക്കുന്നത്. ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പ്രോട്ടോൺ തെറാപ്പി ഒരു വേദനരഹിത പ്രൊസീജിയറാണ്. തെറാപ്പിക്ക് ശേഷം തെറാപ്പി എടുക്കുന്ന ആൾക്ക് വേഗത്തിൽ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനാകും. സാധാരണ ട്രീറ്റ്മെൻറ്റിൽ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ആഴ്ചയിൽ 5 ദിവസമാണ്. ചിലപ്പോൾ ആഴ്ചകളോളം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നേക്കാം. മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് പ്രോട്ടോൺ തെറാപ്പി. എന്നാൽ അതിലേക്കുള്ള തയ്യാറെടുപ്പും അതിലേക്ക് രോഗിയെ പൊസിഷൻ ചെയ്യുന്നതും കൂടുതൽ സമയമെടുക്കുന്ന ഒരു ഏർപ്പാടാണ്. എന്താണ് പ്രോട്ടോൺ തെറാപ്പി? ട്യൂമറുകളുടെ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡായ ഒപ്പം ഹൈലി പ്രിസൈസുമായ ഒരു റേഡിയേഷൻ ചികിത്സാ രീതിയാണ് പ്രോട്ടോൺ തെറാപ്പി. മറ്റു റേഡിയേഷൻ ചികിത്സാ രീതികളെ അപേക്ഷിച്ച് പ്രോട്ടോൺ തെറാപ്പിയിൽ ഉപയുക്തമാക്കുന്ന എനർജി മുഴുവനായും ആ ട്യൂമറിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുവാനും ആ ട്യൂമറിനോട് ചേർന്നുള്ള മറ്റ് ആരോഗ്യമുള്ള കോശങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം റേഡിയേഷൻ ഉണ്ടാക്കുന്നുള്ളൂ എന്നതുമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രോട്ടോൺ തെറാപ്പിക്ക് പ്രോട്ടോൺ ബീം തെറാപ്പി എന്നുകൂടി ഒരു പേരുണ്ട്. ഇവിടെ പ്രോട്ടോൺ ബീം കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്ന ട്യൂമറിനെ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു റേഡിയേഷൻ ട്രീറ്റ്മെൻ്റ് ആണ് ഇത്. പ്രോട്ടോൺ ബീംസ് എന്നാൽ എക്സ്റേയേക്കാൾ ചെറിയ വലിയ സ്പീഡ് ആർജിക്കുവാൻ കഴിവുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന റേഡിയേഷനിൽ നിന്നും വ്യത്യസ്തമായി പ്രോട്ടോൺസിൻ്റെ മാത്രം ചില തനിമയാർന്ന പ്രത്യേകതകൾ ഒരു ട്യൂമറിൻ്റെ സൈസിനെയും അതിൻ്റെ ഷേപ്പിനെയും അടിസ്ഥാനപ്പെടുത്തി കൃത്യമായി ഒരു ട്യൂമറിനെ ടാർഗറ്റ് ചെയ്യുവാൻ ഒരു ഡോക്ടറെ നന്നായി സഹായിക്കുന്നു. അതിൻ്റെ ചുറ്റുമുള്ള മറ്റ് ആരോഗ്യമുള്ള കോശങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാക്കാതെ പ്രോട്ടോൺ ബീം ട്യൂമറിനെ നശിപ്പിച്ചു കളയുന്നു. എന്തിനാണ് പ്രോട്ടോൺ തെറാപ്പി ഉപയോഗിക്കുന്നത്? പ്രോട്ടോൺ തെറാപ്പി പ്രധാനമായും ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ക്യാൻസറസ് അല്ലാത്ത ട്യൂമറുകളുടെ ചികിത്സയിലും പ്രോട്ടോൺ തെറാപ്പി ഉപയോഗിക്കാറുണ്ട്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരം സെല്ലുകളാൽ ഉണ്ടായിട്ടുള്ള ട്യൂമറുകളുടെ ചികിത്സയ്ക്കും പ്രോട്ടോൺ ബീം തെറാപ്പി ഉപയോഗിക്കാറുണ്ട്. ഇനി പറയുന്ന ക്യാൻസറുകളുടെ ചികിത്സയ്ക്ക് പ്രോട്ടോൺ തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. സ്കള്ളിൻ്റെ ബേസിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ ഉൾപ്പെടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ, ബ്രസ്റ്റ് ക്യാൻസർ, എസോഫേജിൽ ക്യാൻസർ, അന്നനാളത്തിലെ ക്യാൻസർ, ഐ ക്യാൻസർ, ഒക്കുലാർ മെലാനോമ പോലെയുള്ള കണ്ണിലെ ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ, ഗർഭാശയ ഗള ക്യാൻസർ, ഓവറിയിലെ ക്യാൻസർ പോലെയുള്ള ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സ്, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ, തലയിലെയും കഴുത്തിലെയും ക്യാൻസർ, കരളിലെ ക്യാൻസർ, അതുപോലെ തന്നെ കരളിലെ മെറ്റാസ്റ്റാറ്റിക് ട്യൂമറുകൾ, ശ്വാസകോശത്തിലെ ക്യാൻസർ, തൊറാസിക് ക്യാൻസർ, ലിംഫോമ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, റെക്ടൽ ക്യാൻസർ, മലദ്വാരത്തിലെ ക്യാൻസർ, റാബ്ഡോമയോസാർക്കോമ ഉൾപ്പെടെയുള്ള എല്ലാ സാർക്കോമയും, സ്പൈനൽ കോഡ് ട്യൂമേഴ്സ്, നട്ടെല്ലിലെ ക്യാൻസർ, ട്യൂമേഴ്സ് ദാറ്റ് കം ബാക്ക് ആൻഡ് നീഡ് റിപ്പീറ്റ് കോഴ്സസ് ഓഫ് റേഡിയേഷൻ, വീണ്ടും റേഡിയേഷൻ ആവശ്യമുള്ള ട്യൂമറുകൾ, വിൽംസ് ട്യൂമർ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വൃക്കകളിൽ ഉണ്ടാകുന്ന നെഫ്രോബ്ലാസ്റ്റോമ എന്നറിയപ്പെടുന്ന ട്യൂമറാണ് ഇത്. എന്തൊക്കെയാണ് ഈ പ്രോട്ടോൺ തെറാപ്പിയുടെ ഗുണവശങ്ങൾ? നട്ടലിലും ബ്രസ്റ്റിലുമൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഹൃദയവും ശ്വാസകോശവും പോലെയുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളിൽ റേഡിയേഷൻ ഏൽക്കുന്നത് ഏറ്റവും കുറയ്ക്കുവാനാകും ഈ ഒരു ചികിത്സാ രീതിയിൽ. കുട്ടികളിൽ ടോക്സിക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സൈഡ് എഫക്റ്റുകൾ ഇതിൽ കുറയ്ക്കുവാനാകുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഒരിടത്ത് തന്നെ വീണ്ടും ട്യൂമർ വരികയാണെങ്കിൽ നേരത്തെ റേഡിയേഷൻ ഉണ്ടായ ഭാഗങ്ങളിൽ വീണ്ടും റേഡിയേഷൻ ഉണ്ടാകാതെ തടയുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷവശങ്ങൾ?
എല്ലാവർക്കും ഒരേപോലെ ചെയ്യാവുന്ന ഒരു റൈറ്റ് ചോയ്സ് അല്ല പ്രോട്ടോൺ തെറാപ്പി. ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളിൽ പ്രധാനം ഇതിൻ്റെ അവൈലബിലിറ്റിയാണ്. ഇന്ന് നമ്മൾ ഇത് പറയുമ്പോൾ ഇന്ത്യയിൽ 2 ഇടങ്ങളിൽ മാത്രമേ പ്രോട്ടോൺ തെറാപ്പി സെൻ്ററുകൾ ഉള്ളൂ. ഇന്ത്യയിൽ ചെന്നൈയിലെ അപ്പോളോ പ്രോട്ടോൺ ക്യാൻസർ സെൻ്റർ ആണ് ഒന്ന്. മറ്റൊന്ന് മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ സെൻ്ററിലുള്ള ഹാഡ്രൺ ബീം തെറാപ്പി ഫെസിലിറ്റിയാണ്. അമേരിക്കയിൽ പോലും 45 സെൻ്ററുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റൊന്ന്, സാധാരണ റേഡിയേഷനെ അപേക്ഷിച്ച് പ്രോട്ടോൺ തെറാപ്പി പ്ലാൻ ചെയ്യുന്നതിന് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റിന് കുറച്ച് ആഴ്ചകൾ തന്നെ വേണ്ടി വന്നേക്കും. ഒരാൾക്ക് ട്രീറ്റ്മെൻറ്റ് വേഗത്തിൽ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ റേഡിയേഷൻ തന്നെ എടുക്കേണ്ടി വരും. മറ്റൊരു കാര്യം ഇതിൻ്റെ ചെലവാണ്. ഒരു പ്രോട്ടോൺ ബീം തെറാപ്പി മെഷീന് 500 കോടി രൂപയുടെ അടുത്താണ് വില വരിക. ഒരു പ്രോട്ടോൺ തെറാപ്പി സെൻറ്റർ സ്ഥാപിക്കുവാൻ മാത്രം ഏകദേശം 1000 കോടി രൂപയിലധികം ചെലവ് വരും. അപ്പോളോ ചെന്നൈയിൽ ഒരു ഫുൾ കോഴ്സ് പ്രോട്ടോൺ തെറാപ്പി ട്രീറ്റ്മെൻറ്റിന് മാത്രം ഏകദേശം 20 ലക്ഷം രൂപ ചിലവ് വരും. ചിലപ്പോൾ ഇത് 30 ലക്ഷം വരെ എത്തിയേക്കാം. കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റിന് 15 ലക്ഷം രൂപയും ചിലവ് വരും. ഇത് തെറാപ്പി സെഷൻസിന് മാത്രമാണ്. പ്രീ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് 50,000 മുതൽ 2 ലക്ഷം രൂപ വരെയും പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് 50,000 മുതൽ 5 ലക്ഷം രൂപയും വരെ വരും. ഇതാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഹോസ്പിറ്റലിലെ താമസം, ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസ്, ഇതെല്ലാം പുറമേ വരും. എന്നാലും US പോലെയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ ചെലവ് 60% കുറവാണ്. അമേരിക്കയിൽ $1.5 ലക്ഷം മുതൽ $2.5 ലക്ഷം വരെയാണ് പ്രോട്ടോൺ തെറാപ്പിക്ക് ചെലവ് വരിക. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് തരം ക്യാൻസറാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നും അതുപോലെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിൻ്റെ ഒരു സങ്കീർണതയും ആശുപത്രിയുടെ ഫെസിലിറ്റിയും എല്ലാം ആശ്രയിച്ചാണ് ചെലവ് നിർണ്ണയിക്കപ്പെടുന്നത് എന്നതാണ്. ഇന്ത്യയിൽ നിലവിലുള്ള സാധാരണ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ ഒന്നും തന്നെ പ്രോട്ടോൺ തെറാപ്പി കവർ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. എന്നാൽ ക്യാൻസർ സ്പെസിഫിക് ആയ ഇൻഷുറൻസ് പോളിസികൾ, ഉദാഹരണത്തിന് ഓറിയൻ്റൽ ഇൻഷുറൻസിൻ്റെ ക്യാൻസർ പ്രൊട്ടക്റ്റ് പോളിസി, അതുപോലെ ന്യൂ ഇന്ത്യയുടെ ക്യാൻസർ പ്രൊട്ടക്റ്റ് പോളിസി, ഇതൊക്കെ പ്രോട്ടോൺ തെറാപ്പി കവർ ചെയ്യുന്നുണ്ട്. എപ്പോഴും ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുമായി കവറേജിനെ കുറിച്ച് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. പ്രോട്ടോൺ തെറാപ്പി ട്രീറ്റ്മെൻറ്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, നഴ്സുമാർ, സോഷ്യൽ വർക്കർമാർ, ഡോസിമെട്രിസ്റ്റ്സ്, ഫിസിസിസ്റ്റ്സ്, റേഡിയേഷൻ തെറാപ്പിസ്റ്റ്, ഇവരുടെ എല്ലാം സഹായത്തോടെ മാത്രം ചെയ്യുന്നതും ആഴ്ചകളുടെ തയ്യാറെടുപ്പ് വേണ്ടി വരികയും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റിന് കുറച്ച് മിനിറ്റുകൾ മാത്രമേ ആവശ്യമുള്ളൂ എങ്കിലും രോഗി ഒരു 10 മുതൽ 15 മിനിറ്റോളം ട്രീറ്റ്മെൻറ്റ് റൂമിൽ ചെലവഴിക്കേണ്ടതായി വരും. ഒരു ട്രീറ്റ്മെൻറ്റ് സെഷൻ കഴിഞ്ഞാൽ രോഗിക്ക് വീട്ടിൽ പോകാം, അവരുടെ നോർമൽ ജോലികൾ ചെയ്യുകയും ചെയ്യാം. ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ട്യൂമറിൽ എത്രമാത്രം പുരോഗതി ഉണ്ടാക്കി എന്നറിയുവാൻ ചില ടെസ്റ്റുകൾ നടത്തും. മുതിർന്നവർക്ക് അനസ്തേഷ്യ ആവശ്യമുണ്ടാകാറില്ല. കുട്ടികൾ അനങ്ങാതെ കിടക്കുവാൻ അനസ്തേഷ്യ കൊടുക്കാറുമുണ്ട്. എന്തൊക്കെയാണ് പ്രോട്ടോൺ തെറാപ്പിയുടെ സൈഡ് ഇഫക്ട്സ്? ട്രീറ്റ്മെൻറ്റിന് ശേഷം സാധാരണ റേഡിയേഷൻ തെറാപ്പിയിൽ ഉണ്ടാകുന്ന എല്ലാ സൈഡ് ഇഫക്റ്റും ഇവിടെയും കാണാറുണ്ട്. പ്രോട്ടോൺ ബീം ശരീരത്തിൽ കയറിയ ഭാഗത്ത് സ്കിൻ ചുവന്ന് സോറായി കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ ഒരു സൂര്യതാപം ഏറ്റ പോലെ. ട്രീറ്റ് ചെയ്യുന്ന ഭാഗത്തെ രോമം പൊഴിഞ്ഞു പോകുന്നു. ക്ഷീണം തോന്നുക, എനർജി കുറഞ്ഞതുപോലെയൊക്കെ രോഗിക്ക് തോന്നാറുണ്ട്. പൊതുവെ സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് പ്രോട്ടോൺ തെറാപ്പിയിൽ. എത്രയാണ് പ്രോട്ടോൺ തെറാപ്പിയുടെ സക്സസ് റേറ്റ്? 85 മുതൽ 90% വരെയാണ് പ്രോട്ടോൺ തെറാപ്പിയുടെ സക്സസ് റേറ്റ്. 7 വർഷങ്ങൾക്ക് ശേഷം വളരെ ലോ റിസ്ക് ഉള്ള ആൾക്കാരിൽ 98% പേരും ക്യാൻസർ മുക്തരായിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റ് റിസ്ക് ഉള്ള രോഗികളിൽ 91.9% പേര് ക്യാൻസർ മുക്തരായി. ഇതൊക്കെയാണ് പ്രോട്ടോൺ തെറാപ്പിയെക്കുറിച്ച് പറയുവാനുള്ളത്. കേട്ടറിഞ്ഞിടത്തോളം മമ്മൂക്കയുടെ രോഗം സ്റ്റേജ് 1 തന്നെ മുൻപുള്ള ഏറ്റവും ആദ്യ ഫേസിലാണ്. സ്റ്റേജ് 1 തന്നെ ക്യൂറബിൾ ആണ്. അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ കാര്യത്തിൽ യാതൊരു ആശങ്കയ്ക്കും വകയില്ല എന്ന് മാത്രമല്ല, മലയാളികളുടെ എല്ലാ പ്രാർത്ഥനയും സ്നേഹവും എല്ലാ കാലവും അദ്ദേഹത്തോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. മമ്മൂക്കയ്ക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.